ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു റേഞ്ച് ടെസ്റ്റ് വീഡിയോ ആണ്. 100% വണ്ടി എടുത്തിട്ട് ഓഡോമീറ്ററിൽ 0 ആക്കിയിട്ട് എത്ര കിലോമീറ്റർ നമ്മൾ ടാറ്റ പഞ്ച് EV LR കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഈ വണ്ടിയിൽ കാണിക്കുന്ന ആ റേഞ്ച് 303 കിലോമീറ്റർ എന്നുള്ളത് നമ്മുടെ മുമ്പ് നമ്മൾ ഓടിച്ചിട്ടുള്ള ആ ഒരു ഡ്രൈവിംഗ് പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. അതൊരു അപ്രോക്സിമേറ്റ് റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത് നോക്കിയിട്ടൊന്നും വണ്ടി ഓടിക്കാൻ കഴിയില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ AC ഓണാക്കുന്ന സമയത്ത് തന്നെ അവിടെ റേഞ്ചിൽ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ AC ഓണാക്കാൻ പോവുകയാണ്. കണ്ടോ, 273 കിലോമീറ്ററായി റേഞ്ച് മാറി. 24 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ AC സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബ്ലോവർ 3-ലുമാണ് നിൽക്കുന്നത്. സിറ്റി മോഡിലാണ് നമ്മൾ റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ലെവൽ 1 റീജിയന് വെച്ചിട്ട് രാവിലെ മുതൽ വണ്ടി യൂസ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളത് 53% ആണ്. അതായത് ഏകദേശം പകുതിയോളം നമ്മളെ ചാർജ് തീർത്തിട്ടുണ്ട്. ഇനി റേഞ്ച് അവിടെ കാണിക്കുന്നത് 143 കിലോമീറ്റർ ഓടാം എന്നുള്ളതാണ്. നമ്മളിന്ന് ഫുള്ളായിട്ട് ഓടിയിട്ടുള്ളത് 121 കിലോമീറ്ററാണ്. അപ്രോക്സിമേറ്റ് ഇപ്പോഴേ നമുക്ക് കിട്ടുന്നുണ്ടാവും. ബാക്കി ഒരു 50%-ൽ നമുക്ക് എന്തായാലും 120 കിലോമീറ്റർ ഓടാൻ പറ്റുമല്ലോ എന്നുള്ളത്. അത് നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 30% ആയപ്പോഴേക്കും 186 കിലോമീറ്റർ നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ട് 70% കൊണ്ട്. ഇനി ഇതിൽ കാണിക്കുന്നത് 84 കിലോമീറ്റർ ഓടാം എന്നുള്ളതാണ്. ഇനിയാണ് നമ്മുടെ വണ്ടിയുടെ പ്രോബ്ലം തുടങ്ങാൻ പോകുന്നതും. 20% മുതൽ പെട്ടെന്നായിരിക്കും ഇറങ്ങുക. 22% ആയപ്പോൾ AC ഫുള്ളായിട്ട് ഓഫ് ചെയ്തു. ടൗണിലൊന്ന് പോയി വരേണ്ട ആവശ്യമുണ്ട് വീട്ടിൽ നിന്ന്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 18% എന്നാണ് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്ന ആ ഇഷ്യൂ എപ്പോഴും കണ്ടിട്ടുള്ളത്. 22%, 20%-ലൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും 1% 1 കിലോമീറ്ററിന് മുകളിൽ എന്തായാലും അവിടെ കിട്ടുന്നുണ്ട്. 20% ആയപ്പോൾ ലെവൽ 3-ൽ റീജിയൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ നിന്നുള്ള അവസ്ഥ എന്നുള്ളത് നമുക്ക് പറയാൻ അറിയില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം പെട്ടെന്നായിരിക്കും ഇറങ്ങുക. വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ അത്യാവശ്യം കയറ്റമുണ്ട്, ഒരു അറക്കം വരുന്നൊക്കെ ഉണ്ട്. ആ അറക്കത്തിലുള്ള റീജനറേഷനൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്ത് റീജനറേഷനാണ്? എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മൾ 22,000-ൽ കൊടുത്ത സർവീസിൽ അവർ എന്തോ സോഫ്റ്റ്വെയറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തോടുകൂടിയാണ് നമ്മളെ വണ്ടിക്ക് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഗ്രൂപ്പിൽ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ എനിക്ക് വിളിച്ചിട്ട് നമ്മുടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നിനക്ക് ഈ ഇഷ്യൂ ഉണ്ടോ? ഈ 20%-ൻ്റെ താഴെ നിൻ്റെ പഞ്ച് EVയിൽ ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന് ഈ 20%-ൻ്റെ താഴെ ഓടിച്ച് നോക്കുന്നതാണ്. അവനിങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയിലാണ് നീ സർവീസിന് ലാസ്റ്റ് കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഒരു 4 മാസത്തിൻ്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ട് ഞാൻ സർവീസിന് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കൊടുക്കാൻ നിൽക്കുകയാണ്, 22,000-ൽ കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നിന്നോടൊന്ന് വിളിച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം അവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഇഷ്യൂ ഇല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ആ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യരുത്. അത് ഫോഴ്സ് ചെയ്ത് അവർ ചെയ്യിപ്പിക്കാൻ നോക്കും, അത് ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി നാശമാവും തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 100% മുതൽ ഏകദേശം 22% വരെ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് 1%-ത്തുമ്മേ 2.65-ൻ്റെ അടുത്ത് കിലോമീറ്റർ കിട്ടിയിരുന്നു. എന്നാൽ 22% മുതലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു 18% വരെ അവിടെ പോകുന്ന കിലോമീറ്റർ 1%-ന് 1.2 കിലോമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ഇനിയാണ് 18% മുതലുള്ള ഡിസ്ചാർജ് കാണേണ്ടത്. അവിടെ നോക്കുന്ന സമയത്ത് ശരിക്കും ഓഡോമീറ്ററിലോട്ട് നോക്കിക്കോളൂ, ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കയ്യിൽ തന്നെ വെച്ചെടുത്താലേ 212.6 കേട്ടോ. അത് 7 ആകുമ്പോഴേക്കും 17% ആവും. അതായത് വെറും 200-300 മീറ്റർ മാത്രമാണ് കിട്ടുന്നത്, കിലോമീറ്റർ ഒന്നുമില്ല. ട്രിപ്പ് മീറ്ററിലോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓരോ പേഴ്സൻറ്റേജും ഒരു 600, 400, 200 വരെ മീറ്ററിൽ പേഴ്സൻറ്റേജ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് രസം. അതായത് ഒരു പേഴ്സൻറ്റേജുമ്പോൾ കിലോമീറ്ററുകളോളം പോകേണ്ട വണ്ടി വെറും മീറ്റർ കണക്കിനാണ് പേഴ്സൻറ്റേജ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 216.4 കിലോമീറ്ററാണ് നമുക്ക് റേഞ്ച് കിട്ടിയത് ഈ വണ്ടിയിൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, ലാസ്റ്റുള്ള പേഴ്സൻറ്റേജ്, അതായത് ഒരു 8% നമ്മളെ വണ്ടിയിൽ ഡിസ്ചാർജ് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്നായിരുന്നു. 212 കിലോമീറ്ററിൽ നിന്ന് നമുക്ക് വെറും 4 കിലോമീറ്ററാണ് 8%-ൽ ഓടാൻ പറ്റിയത്. അതായത് ഒരു പേഴ്സൻറ്റേജിന് 500 മീറ്റർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റാണല്ലോ, അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇത് കംപ്ലൈൻ്റ് ആണെങ്കിൽ ടാറ്റക്കാർ ശരിയാക്കി തന്നല്ലേ പറ്റുള്ളൂ. ബാറ്ററി വാറണ്ടിയിലാണല്ലോ. നമ്മൾ ഒരു വട്ടം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു, അവർ കംപ്ലൈൻറ്റ് ക്ലിയർ ആയി എന്ന് പറഞ്ഞു തന്നു. ഇപ്പോഴും ഈ കംപ്ലൈൻ്റ് ഉണ്ട്. ഈ വീഡിയോ ഒക്കെ വെച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒന്നുകൂടി കൊണ്ടുപോയി ചെല്ലാനാണ്. ഓണം കഴിയട്ടെ എന്ന് വിചാരിച്ചങ്ങ് നിൽക്കുകയാണ്.
നമുക്ക് നമ്മൾ ഫ്രീ ആവുന്ന സമയത്താണ് ഇനി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഏകദേശം 2 ആഴ്ച 3 ആഴ്ചയോളൊക്കെ അവർ ആ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി അവിടെ പിടിച്ചിടും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫുൾ ലെവൽ റീജന് 3-ലിട്ടിട്ട് എത്ര നമുക്ക് ഇതേ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിട്ടും റേഞ്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയണം. കാരണം സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഇനി അവർ 20% ഈ ഡ്രോപ്പ് ഇഷ്യൂ നമുക്ക് ശരിയാക്കി തന്നിട്ടില്ലെങ്കിൽ പിന്നെ പെട്ടുപോയില്ലേ. അപ്പോൾ എത്ര കിലോമീറ്റർ മാക്സിമം ഈ വണ്ടിയിൽ റേഞ്ച് കിട്ടും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. പല ഭാഗങ്ങളിലും പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടുപോകും.